എടാ, ഞാൻ വെറുതെ പറഞ്ഞതാ, നീ അതൊക്കെ വിട്ടേക്ക്. ഞാനിപ്പോൾ വിളിച്ചത് നിന്നോട് മറ്റൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ആര്യൻ അവനോട് പറഞ്ഞു. എന്താടാ? അവൻ സംശയത്തോട് ചോദിച്ചു. ഞാൻ അടുത്ത ആഴ്ച വീട്ടിലേക്ക് പോകുന്നുണ്ട്. വെറുതെ പോകുന്നതല്ല, ഒരു ചെറിയ വിശേഷം ഉണ്ടായി. ആര്യൻ ചിരിയോടെ പറഞ്ഞു. എന്താ പ്രത്യേകിച്ച്? അവൻ സംശയത്തോട് ചോദിച്ചു. ഒരു കല്യാണാലോചന. അമ്മയുടെ കൂട്ടുകാരിയുടെ മകളാണ്. അമ്മയും അച്ഛനും കൂടി പെൺകുട്ടിയെ പോയി കണ്ടു. അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമായി. എന്നോട് സൂചിപ്പിച്ചിരുന്നു. പക്ഷെ ഞാനതിനത്ര ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല. ഞാൻ നേരത്തെ ലീവിന് അപ്ലൈ ചെയ്ത കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അത് കൺഫേം ആയി കിട്ടിയിട്ടുണ്ട്. അപ്പം നാട്ടിലേക്ക് ചെല്ലുമ്പോൾ നേരിട്ട് പോയി ആ കുട്ടിയെ ഒന്ന് കാണാമെന്ന് വിചാരിക്കുന്നുണ്ട്. തമ്മിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വിവാഹം കൂടി കഴിഞ്ഞിട്ടേ ഞാൻ തിരികെ വരികയുള്ളൂ, അവൻ ആദിയോട് പറഞ്ഞു. കൺഗ്രാറ്റ്സ് ഡാ. അത് കേട്ടതും ആദി അവന് വേണ്ടിയുള്ള മറുപടി നൽകി. കൺഗ്രാറ്റ്സ് പറയാനൊന്നും ആയിട്ടില്ല ആദി. ആ കുട്ടിയെ നേരിട്ട് പോയി കണ്ട് സംസാരിക്കട്ടെ, എന്നിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. ഇപ്പം തൽക്കാലം അമ്മയും അച്ഛനും പോയി കണ്ടു എന്ന് മാത്രമേ ഉള്ളൂ. നാട്ടിൽ ചെന്നിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ. ഇപ്പോഴേ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. അഥവാ എൻ്റെ വിവാഹം ഉറപ്പിക്കുകയാണെങ്കിൽ ബിസിനസ്മാൻ തിരക്കുകളെല്ലാം മാറ്റിവെച്ചിട്ട് നാട്ടിലേക്കങ്ങ് വന്നിരിക്കണം. അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. ആര്യൻ ചിരിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു. അവിടെ വരെ ആകട്ടെ കാര്യങ്ങൾ, അപ്പം നോക്കാം, അവന് മറുപടി നൽകി. അതൊന്നും പറഞ്ഞാൽ നടക്കില്ല. ഞാൻ നിന്നോട് മാത്രമേ കാര്യം പറഞ്ഞിട്ടുള്ളൂ. സ്വഭാവം നല്ലതുപോലെ അറിയാവുന്നത് കൊണ്ടാണ് മുൻപേ തന്നെ നിന്നോട് പറഞ്ഞത്. പെണ്ണിനോട് വെറുപ്പാണ്, വിവാഹത്തോട് എതിർപ്പാണ്. അങ്ങനെയൊന്നും പറഞ്ഞ് മാറി നിൽക്കാൻ നീ ശ്രമിക്കണ്ട. എൻ്റെ വിവാഹത്തിന് നീ നാട്ടിലേക്ക് വന്നില്ലെങ്കിൽ തിരികെ വരുമ്പോൾ നിനക്ക് ഇങ്ങനെയൊരു ഫ്രണ്ട് ഉണ്ടാവില്ല, അവനും നിശ്ചയത്തോടെ പറഞ്ഞു. ആര്യൻ, ഞാൻ പറയുന്നതൊന്ന് കേൾക്ക്. ആദ്യം എന്തോ പറയാനായിട്ട് തുടങ്ങി. വേണ്ട, ഒന്നും പറയേണ്ട ആദി. നാട്ടിലേക്ക് പോകുമ്പോൾ കൊണ്ടുപോകാൻ കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ട്. നീ ഫ്രീ ആണെങ്കിൽ വിളിക്ക്, നമുക്ക് ഒന്നിച്ചിറങ്ങാം. അതല്ലാതെ ഒന്നിനും എതിര് പറയാൻ വേണ്ടി നീ എന്നെ വിളിക്കണ്ട. അതും പറഞ്ഞ് അവൻ്റെ മറുപടിക്ക് കാത്തു നിൽക്കാതെ ആര്യൻ ഫോൺ വെച്ചിരുന്നു. ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? തൻ്റെ അടുത്തിരിക്കുന്നവളെ നോക്കി അവൻ സംശയത്തോട് ചോദിച്ചു. ഫെലിക്സ്, അത് എനിക്ക് പറ്റിയ ജോലിയാണെന്ന് തോന്നുന്നില്ലടാ. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അതെന്ത് പറ്റി? എന്താടി, കമ്പനി കൊള്ളില്ലേ? ആ സാൻഡ്ര പറഞ്ഞത് നല്ല കമ്പനിയാണെന്നാണല്ലോ. അത്യാവശ്യം നല്ല ശമ്പളവും ഉണ്ടെന്ന് അറിഞ്ഞത്, അവൻ സംശയത്തോടെ പറഞ്ഞു. കമ്പനിയൊക്കെ നല്ലതാടാ, പക്ഷേ അവൾ ബാക്കി പറയാതെ മടിച്ചു. എന്താടി, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. അതും പറഞ്ഞുകൊണ്ട് ഇന്ന് ഓഫീസിൽ നടന്നതായ സംഭവങ്ങളെല്ലാം അവൾ അവനോട് പറഞ്ഞു. പ്രത്യേകിച്ച് ആദിയുടെ കാര്യം. അയാൾക്കെന്താ ഭ്രാന്താണോ? ഏതൊരു പെണ്ണ് ചതിച്ചിട്ട് പോയെന്ന് കരുതി പെണ്ണുങ്ങളോടെല്ലാം വെറുപ്പ് തോന്നാൻ ഇങ്ങനെയുണ്ടോ? അവൻ അത് കേട്ട് ദേഷ്യം വന്നിരുന്നു. എനിക്കറിയില്ല, അയാൾക്ക് ഞാൻ അവിടെ ജോലിക്ക് ചെന്നത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എന്നെ അവിടുന്ന് പറഞ്ഞു വിടാനാണ് അയാളുടെ ഉദ്ദേശം. പക്ഷേ അയാളുടെ അച്ഛന് ഞാൻ അവിടെ ജോലിക്ക് ചെല്ലണമെന്ന് ആഗ്രഹം, അവൾ അവനെ നോക്കി പറഞ്ഞു. എന്നിട്ട് നിന്റെ തീരുമാനം എന്താ? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. ശരിക്കും എനിക്ക് എന്ത് തീരുമാനം എടുക്കണമെന്ന് അറിയില്ലടാ. ആ സാറിനെ ധിക്കരിക്കാൻ എനിക്ക് തോന്നുന്നില്ല. ശരിക്കും ആ സാറിന് എന്നെ നേരത്തെ പരിചയമുള്ളതുപോലെയായിരുന്നു എന്നോട് പെരുമാറിയത്. എന്ത് കരുതലായിരുന്നു, ഒരു മോളെ പോലെ. എന്നെ ഹോസ്റ്റലിൽ വരെ അദ്ദേഹത്തിൻ്റെ കാറിൽ, അതും വെറും ഒരു ഇൻ്റർവ്യൂവിന് വന്ന എന്നെ. അദ്ദേഹം എന്ത് നല്ല മനുഷ്യനായിട്ടാ എന്നോട് അങ്ങനെ ചെയ്തത്. അദ്ദേഹത്തിന് എന്നെ ഒരുപാട് ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ലേ അവിടെ ജോലിക്ക് വരണമെന്ന് പറഞ്ഞ് നിർബന്ധിച്ചത്. ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ പപ്പയാണ് ഓർമ്മ വന്നത്, അവൾ വിഷമത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ട് അവനും സങ്കടമായി. പക്ഷേ നീ അയാളുടെ സെക്രട്ടറി ആയിട്ടല്ലല്ലോ ആമി ജോയിൻ ചെയ്യുന്നത്, അയാളുടെ മകൻ്റെ സെക്രട്ടറി ആയിട്ടല്ലേ. അയാൾക്ക് നിന്നെ കണ്ടൂടാ എന്നും നീ പറയുന്നു. ഇനിയിപ്പോൾ ഒട്ടും അയാൾക്ക് നിന്നെ ഇഷ്ടമല്ലായിരിക്കും. നീ പറഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഒന്നാമത് നീ അവിടെ ജോലിക്ക് അപേക്ഷിച്ചതും ഇൻ്റർവ്യൂവിന് വേണ്ടി ചെന്നതും അയാൾക്ക് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. അതിൻ്റെ ഒപ്പം അയാൾ നിന്നോട് സോറി പറഞ്ഞതിൻ്റെ ദേഷ്യവും അയാളുടെ മനസ്സിൽ കാണും. നീ അവിടെ ജോലിക്ക് പോകേണ്ട എന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ജോലിയല്ലേ, നമുക്ക് വേറെ കിട്ടുമല്ലോ. 3 മാസം സമയമുണ്ട് വിസിറ്റിംഗ് വിസ തീരാൻ വേണ്ടി. വേറെ നോക്കുന്നതല്ലേ നല്ലത്. അവരൊക്കെ വലിയ ആൾക്കാരാമേ. അവരൊക്കെ എന്ത് തെറ്റ് ചെയ്താലും അതൊന്നും പുറംലോകം പോലും അറിയാതെ തേഞ്ഞു മാഞ്ഞു പോകും. നമുക്ക് ഈ ജോലി വേണോ? മറ്റൊന്ന് നോക്കുന്നതല്ലേ നല്ലത്, ഫെലിക്സ് അവൻ്റെ അഭിപ്രായം പറഞ്ഞു. എടാ, നീ പറയുന്നത് ശരിയാ. ഇത് ദൈവം കൈയുടെ തുമ്പത്ത് കൊണ്ടുവന്ന് വെച്ച് തന്ന ജോലിയല്ലേ. അതും ഇത്രയും ശമ്പളത്തിൽ വേറെ എവിടെ ജോലിക്ക് കിട്ടും? ഒരു പെൺകുട്ടിക്ക് 2 മാസം കിട്ടുന്ന ശമ്പളമുണ്ട്, എനിക്ക് 1 മാസം. ഇവിടുത്തെ ചിലവൊക്കെ ഒഴിച്ചാൽ ബാക്കി എനിക്ക് വീട്ടിലേക്ക് കൊടുക്കാം. ഇതുപോലെ ഒരു ജോലി ഈ ജന്മത്തിൽ എനിക്ക് കിട്ടുമെന്ന് തോന്നുന്നില്ല. വേണ്ടെന്ന് വെച്ചിട്ട് പിന്നെ ദുഃഖിച്ചിട്ട് കാര്യമില്ലല്ലോ. എനിക്ക് സത്യം പറഞ്ഞാൽ എന്ത് ഡിസിഷൻ എടുക്കണമെന്ന് അറിയില്ല. പോകാൻ മനസ്സിൻ്റെ ഒരു ഭാഗം പറയുന്നു. അയാളുടെ സംസാരവും രീതി ഓർക്കുമ്പോൾ പോകണ്ട എന്ന് മറുവശവും.
ഞാൻ ശരിക്കും ഒരാശയക്കുഴപ്പത്തിലാണ്. അവൾ വിഷമത്തോട് അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ശരിക്കും ഫെലിക്സിനും അവളോട് എന്തു മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. അവളുടെ കാര്യത്തിൽ വല്ലാത്ത പേടി തോന്നി. അവരൊക്കെ ദുബായ് അടക്കി വാഴുന്ന ബിസിനസ് രാജാക്കന്മാരാണ്. അവരുടെ വാക്കിന് ആ സ്ഥലത്ത് ഭയങ്കര വിലയാണ്. അവിടെ ഒരു സാധാരണക്കാരന് ഒരു വിലയുമില്ല. ഇനി അയാൾ ആമി എന്തെങ്കിലും ചെയ്താൽ പോലും ആരും അയാൾക്കെതിരെ കേസെടുക്കില്ല. അയാൾ നൈസായിട്ട് ഊരിപ്പോകും. പണത്തിന് വേണ്ടി ആമി അയാളുടെ മുൻപിൽ വിട്ടുകൊടുക്കാൻ അവന് ഒട്ടും മനസ്സില്ലായിരുന്നു. എന്നാൽ താൻ എന്തേലും പറഞ്ഞാൽ അവളുടെ ജോലി പോകുമെന്നുള്ളതും അവനെ ആശയക്കുഴപ്പത്തിലാക്കി. അവളോട് എന്തു മറുപടി പറയണമെന്നറിയാതെ അവൻ കുഴഞ്ഞു. നിനക്ക് അവിടെ ജോലിക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ? നിന്റെ മനസ്സ് എന്താണോ പറയുന്നത് അത് ചെയ്യാം. ചില സമയം ബുദ്ധി പറയുന്നതിനേക്കാൾ നമ്മുടെ മനസ്സ് പറയുന്നതാണ് കേൾക്കേണ്ടത്. ചില സമയം മറിച്ചും. നിനക്ക് അയാളുടെ ഒപ്പം ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ആ ജോലി തന്നെ നോക്ക്. നീ പറഞ്ഞതുപോലെ ചിലപ്പോൾ ദൈവമായിട്ടായിരിക്കും ഈ ജോലി നിനക്ക് കൊണ്ട് തന്നത്. നീ അവിടെ ജോലിക്ക് കയറണമെന്നത് ദൈവനിശ്ചയമായിരിക്കും. ഒരുപക്ഷെ അളിയൻ്റെ ആഗ്രഹവും. അവൻ കൈകൾ മാറിൽ കെട്ടി അവളോട് പറഞ്ഞു. അത് കേട്ടതും അവൾ ഒരു നിമിഷം അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി. ഇച്ചായൻ ഇത് ആഗ്രഹിക്കുന്നുണ്ടാവുമോടാ? അവൾ കണ്ണുകളൊക്കെ നിറച്ചുകൊണ്ട് അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറയുന്നത് കണ്ടതും അവൻ്റെ മനസ്സ് വല്ലാതെ കുത്തി വലിക്കുന്നത് പോലെ അവന് തോന്നി. ദേ ആമി, നിന്റെ മനസ്സ് മാറാനും വിഷമങ്ങൾക്കൊരാശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്. അവൾ കരയുന്നത് കണ്ടതും അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി കുറച്ച് ദേഷ്യത്തോടെ പറഞ്ഞു. അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ കണ്ണുകളെ തുടച്ചു. എന്തായാലും സാൻഡ്ര കൂടി വരട്ടെ, അവളോടും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. നിന്റെ ജോലി എങ്ങനെ? അവൾ സംശയത്തോടെ അവനോട് ചോദിച്ചു. ആദ്യത്തെ ദിവസം അല്ലായിരുന്നോ? കുഴപ്പമൊന്നുമില്ലാതെ അങ്ങ് പോയടി. മലയാളികളൊക്കെ കുറവാ. പിന്നെ കമ്മ്യൂണിക്കേഷൻ്റെ ചെറിയൊരു പ്രശ്നമുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പോൾ ശരിയാകുമായിരിക്കും. അവൻ അവളെ നോക്കി മറുപടി പറഞ്ഞു. അതിനവളൊന്ന് മൂളി. വാ, നമുക്കെന്തെങ്കിലും കഴിക്കാം. അവൻ പറഞ്ഞതും അവൾ തലയാട്ടി. കഴിക്കാൻ വേണ്ടി റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് അവർ രണ്ടുപേരും. ഇവിടുത്തെ ഫേമസ് റെസ്റ്റോറൻ്റാണ്. നമ്മുടെ മലയാളികളുടെയാ. മലപ്പുറത്തുകാരനൊരു ചേട്ടനാണ് ഇവിടെ നടത്തുന്നത്. അവിടേക്ക് ചെന്നിരുന്നതും അവനവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അത് കേട്ടതും അവൾ ഒന്ന് തലയാട്ടി. നിനക്കെന്താ കഴിക്കാൻ വേണ്ടത്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. എനിക്കൊരു ചായ മാത്രം മതി ഫെലിക്സ്, വിശപ്പൊന്നും തോന്നുന്നില്ല. അവൾ അവനെ നോക്കി മറുപടി പറഞ്ഞു. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ ചെന്ന് മസാല ദോശയ്ക്കും ചായയ്ക്കും വേണ്ടി ഓർഡർ കൊടുത്തു. ആഹാരത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവർ രണ്ടുപേരും. എന്നാൽ അവരെ രണ്ടുപേരെയും രണ്ട് കണ്ണുകൾ നിരീക്ഷിക്കുന്നത് അവരറിഞ്ഞിരുന്നില്ല. കുഞ്ഞെ, ഇന്ന് നേരത്തെയാണല്ലോ, എന്താ വേണ്ടത്? അയാൾ അവൻ്റെ അടുത്തേക്ക് ചെന്ന് നിന്നുകൊണ്ട് ചോദിച്ചു. ഒരു നെയ് റോസ്റ്റ് പാഴ്സൽ. പുറകിൽ നിന്നും പരിചിതമായൊരു ശബ്ദം കേട്ടതും ഫെലിക്സിനോട് സംസാരിച്ചു കൊണ്ടിരുന്ന അവൾ തിരിഞ്ഞു നോക്കി. അയാളോട് ഓർഡർ പറഞ്ഞതിന് ശേഷം മുൻപോട്ട് നോക്കി അവൻ കാണുന്നത് തന്നെ നോക്കുന്ന ആമയാണ്. പെട്ടെന്ന് തൻ്റെ പുറകിലിരിക്കുന്ന അയാനെ കണ്ട് അവൾ ഞെട്ടി. എന്താ ആമി, എന്തു പറ്റി? അവളുടെ മുഖത്തെ വെപ്രാളം കണ്ട് അവൻ സംശയത്തോട് ചോദിച്ചു. നമുക്ക് പോകാം ഫെലിക്സ്. അവൾ ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും അവൻ നെറ്റി ചുളിച്ചു. നിനക്ക് പെട്ടെന്ന് എന്താ പറ്റിയേ? അയാൾ ആരാ? നീ എന്തിനാ അയാളെങ്ങനെ പേടിക്കുന്നത്? അവൻ സംശയത്തോടെ അവളോട് ചോദിച്ചു. എടാ, ഇതാ അയാള്. ഞാനിന്ന് ഇൻ്റർവ്യൂവിന് പോയില്ലേ, ഇയാളുടെ സെക്രട്ടറി ആയിട്ടാ എന്നെ. അവൾ പേടിയോടെ ഫെലിക്സിൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞതും ഫെലിക്സിൻ്റെ കണ്ണുകൾ പുറകിലിരിക്കുന്ന അയാനിലേക്ക് നീണ്ടു. അയാനും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അയാൾ അവിടെ ഇരിക്കുന്നു എന്നും പറഞ്ഞ് നീ എന്തിനാ ഇവിടെ നിന്നും പോകുന്നത്? നിനക്ക് അത്ര അയാളെ പേടിയാണെങ്കിൽ എങ്ങനെയാ നീ അയാളുടെ അടുത്ത് ജോലിക്ക് പോകുന്നത്? അല്ലെങ്കിൽ തന്നെ നീ എന്തിനാ അയാളെങ്ങനെ ഭയക്കുന്നത്? അയാൾ നിന്റെ ഭർത്താവൊന്നും അല്ലല്ലോ. ഫെലിക്സ് കുറച്ച് ദേഷ്യത്തോടെയാണ് അവളോടത് ചോദിച്ചത്. എനിക്ക് പേടിയല്ല ഫെലിക്സ്, നീ അയാളുടെ നോട്ടം കണ്ടോ? എന്നെ കൊന്നു തിന്നാനുള്ള ദേഷ്യമുണ്ട് അയാളുടെ മുഖത്ത്. ഇവിടെ വെച്ച് അയാൾ എന്തെങ്കിലും പ്രശ്നത്തിന് വന്നാലോ? അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. അതിനിപ്പോൾ എന്താ, നീ അയാളെ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇതൊരു പബ്ലിക് റെസ്റ്റോറൻ്റ് അല്ലേ? പിന്നെ നീ എന്തിനാ ഭയക്കുന്നത്? അല്ലെങ്കിൽ തന്നെ അയാൾ എന്ത് പ്രശ്നത്തിന് നിന്റെ അടുത്തേക്ക് വരാനാ? അവൻ അവളെ സമാധാനിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്ന് അയാൻ അവിടെ നിന്നും എഴുന്നേൽക്കുന്നത് കണ്ടതും ഫെലിക്സ് സംശയത്തോടെ പുറകിലേക്ക് നോക്കി. അവൻ നോക്കുന്നത് കണ്ട് ആമയും തിരിഞ്ഞ് അങ്ങോട്ടേക്ക് നോക്കിയതും തങ്ങളുടെ നേരെ വരുന്ന അയാനെയാണ് അവർ കണ്ടത്. അവൻ അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന് അവരുടെ ടേബിളിൻ്റെ അടുത്തേക്ക് നിന്നു. ആമയും ഫെലിക്സും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എന്നാൽ അവൻ്റെ കണ്ണുകൾ ആമയിൽ മാത്രമായിരുന്നു. അവൻ വന്ന് തൻ്റെ രണ്ട് കൈകളും ആ ടേബിളിൽ ഊന്നി നിന്നു. പിന്നെ ആമയെ നോക്കി പുച്ഛത്തോടെയുള്ളൊരു നോട്ടം. ഇതാരാ, നിന്റെ ബോയ് ഫ്രണ്ടാണോ? അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പുച്ഛത്തോടെയും സംശയത്തോടെയും ചോദിച്ചു. അത് കേട്ടതും അവളും സംശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആരാണെങ്കിലും നിങ്ങൾക്കെന്താ? അത് കേട്ട് ഫെലിക്സ് ദേഷ്യത്തോടെ അവനോട് ചോദിച്ചു. അതിനയാൻ അവനെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. വിസിറ്റിംഗ് വിസയിലല്ലേ ഇവിടേക്ക് വന്നിരിക്കുന്നത്? ഇത്ര ചോരത്തിളപ്പ് എന്നോട് കാണിക്കണോ? അയാൻ പുച്ഛത്തോടെ അവനോട് ചോദിച്ചതും ഫെലിക്സ് സംശയത്തോടെ അവനെ നോക്കി. ആലോചിച്ചിട്ട് എടുത്തു ചാടിയാൽ മതി, ജോലിയൊക്കെ തെറിപ്പിക്കാൻ എനിക്ക് എളുപ്പമാ, അവൻ പുച്ഛത്തോടെ പറഞ്ഞു. അത് കേട്ടതും ഫെലിക്സ് അവൻ്റെ മുഖത്തേക്കൊന്ന് നോക്കി.
നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഞാൻ നിങ്ങളോട് ഒന്നിനും വന്നില്ലല്ലോ. ആമി അവൻ്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. നീ എൻ്റെ അടുത്ത് ഒന്നിനും വന്നിട്ടില്ല, പക്ഷേ നാളെ മുതൽ വരണം. അവൻ പറഞ്ഞതും അവൾ വീണ്ടും സംശയത്തോടെ അവനെ നോക്കി. അവൻ എന്താ പറയുന്നതെന്ന് അവൾക്ക് മനസ്സിലായില്ല. പറഞ്ഞത് മനസ്സിലായില്ല എന്നുണ്ടോ മിസ് ആമിയയ്ക്ക്? നാളെ മുതൽ നീ എൻ്റെ സെക്രട്ടറി ആയിട്ട് എൻ്റെ കമ്പനിയിലേക്ക് വരണമെന്ന് അവൻ പറഞ്ഞതും അവൾ അതിശയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. കുറച്ചു മുൻപ് തന്നോട് വരേണ്ട എന്നുള്ള രീതിയിൽ പെരുമാറിയ അവൻ തന്നെയാണോ നാളെ മുതൽ കമ്പനിയിൽ വരണമെന്ന് പറയുന്നത് എന്നുള്ള സംശയമായിരുന്നു അവൾക്ക്. അച്ഛൻ നിന്നോട് പറഞ്ഞത് ആലോചിച്ചിട്ട് ഒരു തീരുമാനം അറിയിച്ചാൽ മതി എന്നല്ലേ? പക്ഷേ എൻ്റെ സെക്രട്ടറിയുടെ പൊസിഷനിലേക്ക് നീ വന്നാൽ മതി. വന്നിരിക്കണം. ഇതെൻ്റെ തീരുമാനമാണ്. മറിച്ചൊരു തീരുമാനം നീ എടുത്താൽ ഇവിടെ നിന്നും രക്ഷപ്പെട്ടു പോകുമെന്ന് നീ കരുതേ വേണ്ട. എൻ്റെ അനുവാദമില്ലാതെ നീയും ഇവനും നാട്ടിലേക്ക് ഇനി പോവില്ല. അതുമാത്രമല്ല, ഞങ്ങളുടെ കമ്പനിയിലെ ജോലി വേണ്ട എന്ന് വെച്ച് നീ മറ്റൊരു കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ ഉണ്ടായാൽ ഇവൻ്റെ ജോലി പോകും. ജോലിയും കൂലിയും ഇല്ലാതെ നിങ്ങൾ രണ്ടും ഇവിടെ കിടന്ന് പാടുപെടും. ഒരാൾ പോലും നിന്നെ ഒന്ന് സഹായിക്കാൻ ഉണ്ടാവില്ല. അവൻ ദേഷ്യത്തോടെ അവളുടെ നേരെ കൈ ചൂണ്ടി പറഞ്ഞതും അവളുടെ കണ്ണുകൾ നിറഞ്ഞു. ഫെലിക്സ് ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടി അവനെ നോക്കി.